KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SFI ഗുണ്ടാ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കെ ബാബു മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്നതിൽ അപാകതയില്ലെന്ന് VM സുധീരൻ. അഴിമതിക്കാരും കള്ളന്മാരും ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് VS അച്യുതാനന്ദൻ. മന്ത്രി കെ ബാബുവിന്റെ രാജി സ്വീകരിക്കാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വയരക്ഷാതന്ത്രമെന്ന് പിണറായി വിജയൻ. കാൽനൂറ്റാണ്ടിനിടെ ലോകത്ത് കൊല്ലപ്പെട്ടത് 25,000 മാധ്യമപ്രവർത്തകർ. രോഹിത് വെമുല ദളിതനല്ലെന്ന് സുഷമ സ്വരാജ്. വിവാദം കത്തുന്നു. വാർത്തകൾ വിശദമായി. കെ ബാബു മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്നതിൽ അപാകതയില്ലെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. കീഴ്ക്കോടതി വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെ ബാബുവിനെതിരായ വിജിലൻസ് കോടതി വിധി അപ്രസക്തമായി. വിജിലൻസ് കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. ബാബു മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നത് സ്വാഭാവികം. സരിതയുടെ ആരോപണങ്ങൾ CPM ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്ത്രീക്ക് 10 കോടി രൂപ ഓഫർ ചെയ്തു എന്നുള്ളത്, അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ CPMന്റെ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. കെ ബാബുവിന്റെ രാജി സ്വീകരിക്കാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വയരക്ഷാതന്ത്രമാണെന്നും എങ്കിലേ ഉമ്മൻചാണ്ടിക്ക് മന്ത്രിസഭയിൽ തുടരാൻ കഴിയൂ, അതിനുള്ള തന്ത്രങ്ങളാണ് ഉമ്മൻചാണ്ടി മെനഞ്ഞതെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരനും അഴിമതിയുടെ ഭാഗമാണ്. 2 മാസത്തേക്ക് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ട ജഡ്ജിക്കെതിരെ തെറിയാഭിഷേകമാണ് നടത്തുന്നത്. കോടതിയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമമെന്നും പിണറായി ആരോപിച്ചു. മദ്യനയം തീരുമാനിക്കുന്നത് അതാത് കാലത്തെ സർക്കാരുകളാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ബാബുവിനെ തിരികെ മന്ത്രിസഭയിൽ കൊണ്ടുവരിക, എന്നാലേ താൻ തുടരുന്നതിന് ന്യായമാകൂ എന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അഴിമതിക്കാരും കള്ളന്മാരും ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മന്ത്രിസഭയിലേക്കുള്ള കെ ബാബുവിന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമങ്ങൾ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരണമെന്നും VS ആവശ്യപ്പെട്ടു. കെ ബാബു വീണ്ടും മന്ത്രിയാകുന്നത് ജനാധിപത്യ ദംശനമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും പറഞ്ഞു. രാജി പിൻവലിച്ചത് അപമാനകരമാണെന്നും കോൺഗ്രസിൽ ആദർശമുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ ബാബുവിന്റെ തിരിച്ചുവരവ് തടയണമെന്നും കുമ്മനം പറഞ്ഞു. എല്ലാ അഴിമതിക്കാരും ഒത്തുകൂടി ജനങ്ങളെ കബളിപ്പിക്കാൻ, അതിന് മുന്നോടിയായി നിങ്ങളെ മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ നീങ്ങിക്കൊണ്ടിരിക്കുക. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ ആത്മഹത്യ ചെയ്ത ഗവേഷക വിദ്യാർത്ഥി രോഹിത് വെമുല ദളിതനല്ലെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. തനിക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം രോഹിത് ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളല്ലെന്നും പ്രശ്നങ്ങൾക്ക് ജാതിയുടെ നിറം നൽകി ലാഭമുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും സുഷമ സ്വരാജ് പറഞ്ഞു. ഹൈദരാബാദ് സർവകലാശാലയിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരാണ് രോഹിത്തിന്റെ ആത്മഹത്യക്ക് യഥാർത്ഥ ഉത്തരവാദികളെന്നും BJP നേതാവ് കൈലാഷ് വിജയവർഗീയ പ്രതികരിച്ചു. രോഹിത്തിന്റെ ജന്മദിനത്തിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ നടന്ന ഉപവാസത്തിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിനെയും BJP വിമർശിച്ചു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ 25,000-ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ, അഴിമതി, കുറ്റകൃത്യം തുടങ്ങിയവയിലാണ് ഇത്രയും മാധ്യമപ്രവർത്തകർ ജീവൻ വെടിഞ്ഞത്. കൊലയാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതും കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ IFJ ആണ് ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ വർഷങ്ങളിൽ 40 പേരായിരുന്നെങ്കിൽ 2010 മുതൽ 100-ൽ കുറയാത്ത മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2006-ൽ 155 പേർ കൊല്ലപ്പെട്ടതുൾപ്പെടെ കഴിഞ്ഞ 10 വർഷങ്ങൾ വളരെ അപകടം നിറഞ്ഞതായിരുന്നുവെന്നാണ് IFJയുടെ ജനറൽ സെക്രട്ടറി അന്തോണി ബ്ലെങ്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞത്.
സുരക്ഷിത മാധ്യമ പ്രവർത്തനത്തിന്റെ 25 വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ IFJ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് കുറ്റവാളികൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ജീവന് കൂടുതൽ ഭീഷണിയാകുന്നതെന്നാണ്. ഇത് തടയുന്നതിന് UN-ന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നതും സ്ഥിതി ഗുരുതരമാക്കുന്നു. ആകെ 10 കേസുകളിൽ മാത്രമാണ് അന്വേഷണം നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതിലും കുറവാണെന്നതും അക്രമങ്ങളുടെ വർധനവിന് കാരണമാകുന്നു. IFJയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 79 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കും. സംഘർഷ മേഖലകളിൽ മാധ്യമപ്രവർത്തകരുടെ മരണങ്ങൾ എന്ന വിഷയത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിലും ചൊവ്വാഴ്ച നടക്കുന്ന യുനെസ്കോ മീറ്റിംഗിലും IFJ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിൽ നരേന്ദ്രമോദിക്ക് പരാജയമെന്ന് ശിവസേന. വിശദമായ റിപ്പോർട്ടിലേക്ക്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടെന്ന് കേന്ദ്ര മഹാരാഷ്ട്ര സർക്കാരുകളിൽ BJPയുടെ സഖ്യകക്ഷിയായ ശിവസേന അഭിപ്രായപ്പെട്ടു. ഗുജറാത്തിലുണ്ടാക്കിയ നേട്ടം കേന്ദ്രത്തിൽ ആവർത്തിക്കാൻ മോദി പാടുപെടുകയാണ്. പ്രഖ്യാപിച്ചതും വാക്കു നൽകിയതും പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. നല്ല ദിനത്തിന്റെ ചാറ്റൽ മഴ പെയ്തെങ്കിലും അതൊന്നും ജനങ്ങളിൽ എത്തിയിട്ടുമില്ല. ശിവസേനയുടെ മുഖപത്രമായ സാമ്ന പരിഹസിച്ചു. ഗുണമില്ലാത്ത ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് അയക്കുമെന്നാണ് മോദി പറയുന്നത്. നല്ല ദിനത്തിന്റെ പ്രതീക്ഷ അത് ജനങ്ങളിലുണ്ടാക്കുന്നു. മറ്റാരേക്കാളും കരുത്തനായ പ്രധാനമന്ത്രിയാണ് മോദി. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അദ്ദേഹവും വെള്ളം കുടിക്കുന്നു. ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഇപ്പോൾ നല്ല ദിനങ്ങൾക്ക് തടസ്സമെന്ന കാഴ്ചപ്പാടാണ് സർക്കാർ നൽകുന്നത്. 2 വർഷമായി മോദി അധികാരത്തിലേറിയിട്ട് അഴിമതി, നാണ്യപ്പെരുപ്പം, ഭീകരവാദം, കാർഷിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ എന്നിവ അതേപടി നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദമാണ് പ്രശ്നമെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സർക്കാരിനെയോ അവരെയോ? ഇതിന് ഗവേഷണം തന്നെ വേണ്ടിവരും. കോടികൾ വിലമതിക്കുന്ന ഭൂമി വെറും 70,000 രൂപയ്ക്ക് ഹേമമാലിനിക്ക് നൽകിയപ്പോൾ ഉദ്യോഗസ്ഥർ തടസ്സം കണ്ടില്ല. ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരാൻ പറ്റില്ല. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു കാര്യം ചെയ്യണമെന്ന് ഉറച്ചാൽ അതവർക്ക് നിർവഹിക്കാൻ കഴിയുമെന്നും സാമ്ന എഴുതി. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. SSFിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SFI അക്രമരാഷ്ട്രീയം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിന്റെ വഴി തിരഞ്ഞെടുക്കണമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. എറണാകുളം മഹാരാജാസിലും കോവളത്തും SFI നടത്തിയത് ഗുണ്ടാവിളയാട്ടമാണ്. രോഹിത് വെമുലയുടെ മരണത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം SFIക്ക് ആരും തീരെഴുതി നൽകിയിട്ടില്ല. ഹൈദരാബാദ് വിഷയത്തിൽ ഇടതു വിദ്യാർത്ഥി സംഘടനയുടെ ഇടപെടൽ ആത്മാർത്ഥമാണെങ്കിൽ ഇതേ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഏത് സമരത്തോടും ഐക്യപ്പെടുകയാണ് SFI ചെയ്യേണ്ടിയിരുന്നത്. അതിനുപകരം രോഹിത് വിഷയത്തിൽ പ്രതികരിക്കാൻ തങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂവെന്ന SFI ധാർഷ്ട്യമാണ് മഹാരാജാസിൽ പ്രകടമായത്. SFIക്ക് മൃഗീയാധിപത്യമുള്ള ക്യാമ്പസുകളിൽ ഫാഷിസ്റ്റ് സ്വഭാവത്തോടെയാണ് സംഘടന പ്രവർത്തിക്കാറുള്ളത്. മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം പോലുമുണ്ട്. കോവളത്ത് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന്റെ താൽപര്യം എന്തുതന്നെയായിരുന്നാലും TP ശ്രീനിവാസനെ ആക്രമിച്ചതിന് അത് ന്യായീകരണമാകുന്നില്ല. സംഘടനയുടെ ക്ഷമാപണം സത്യസന്ധമാണെങ്കിൽ ശ്രീനിവാസനെ ആക്രമിച്ച മുഴുവൻ പ്രവർത്തകർക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കണം. ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിലൂടെ അവിവേകികളുടെ ആൾക്കൂട്ടമായി SFI മാറുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. ആഗോള വിദ്യാഭ്യാസ സംഗമത്തെപ്പറ്റിയുള്ള SFIയുടെ മുൻവിധിയാണ് അവരെ സമരത്തിന് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം എതിർക്കപ്പെടേണ്ടതാണെങ്കിലും ഇത്തരത്തിലൊരു സംഗമവും കേരളത്തിൽ നടക്കരുതെന്ന ദുശ്ശാഠ്യം ജനാധിപത്യ വിരുദ്ധമാണ്. വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിനു മുമ്പ് SFI നന്നായി ഗൃഹപാഠം ചെയ്യണമെന്നും SSF ആവശ്യപ്പെട്ടു. NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു.
മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷിയും സാമൂഹിക ബോധവും വളർത്താനായി രൂപീകരിച്ച മഴവിൽ കാഡറ്റിനായി സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾക്ക് തുടക്കമായി. മലപ്പുറം ഈസ്റ്റ് ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി കെംസ് ക്യാമ്പസിൽ നടന്നു. നിലമ്പൂർ അസിസ്റ്റന്റ് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ വി ഉമർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് ഷെരീഫ് നിസാമി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ നാസർ ടി, കെ പി ഷമീർ, യൂസുഫ് കെ പി തുടങ്ങിയവർ പങ്കെടുത്തു. ലോ അവയർനെസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, സേവന വഴിയിൽ, ഫിസിക്കൽ സെറ്റപ്പ് എന്നീ സെഷനുകൾ നടന്നു. ജില്ലയിലെ 8 ഡിവിഷനുകളിൽ മഴവിൽ കാഡറ്റ് ക്യാമ്പുകൾ നടക്കും. SSF യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി പൂളപ്പൊയിൽ യൂണിറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായി വാദി സലാമിലേക്ക് 10 കിൻഡൽ അരി സ്വരൂപിച്ചു. റിയാദിലെ അതീക്കയിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ ശംസുദ്ദീൻ പൂളപ്പൊയിലിന്റെയും മൂസ കാസർകോടിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് 10 കിൻഡൽ അരി സ്വരൂപിച്ചത്. ദിനേന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് സഹായി വാദി സലാമിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പൂളപ്പൊയിൽ യൂണിറ്റ് SSFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 2ാം ഘട്ട അരി വിതരണമാണിത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പൂളപ്പൊയിൽ യൂണിറ്റ് പ്രവർത്തകരിൽ നിന്നും അരി സ്വീകരിച്ചു. യൂണിറ്റ് പ്രവർത്തകരായ ഹാഫിൽ ബാസിത്ത്, ഹാഫിൽ അസ്ഹറുദ്ദീൻ, അസ്ലം പിലാത്തോട്ടത്തിൽ, ഷഫീഖ്, ബഷീർ, ഹബീബ്, അനസ്, ഷംസുദ്ദീൻ, അജ്മൽ എന്നിവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFI ഗുണ്ടാ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കെ ബാബു മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്നതിൽ അപാകതയില്ലെന്ന് VM സുധീരൻ. മന്ത്രി കെ ബാബുവിന്റെ രാജി സ്വീകരിക്കാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വയരക്ഷാതന്ത്രമെന്ന് പിണറായി വിജയൻ. 1/4 നൂറ്റാണ്ടിനിടെ ലോകത്ത് കൊല്ലപ്പെട്ടത് 25,000 മാധ്യമ പ്രവർത്തകർ. അഴിമതിക്കാരും കള്ളന്മാരും ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് VS അച്യുതാനന്ദൻ. രോഹിത് വെമുല ദളിതനല്ലെന്ന് സുഷമ സ്വരാജ്, വിവാദം കത്തുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.